രുദ്രഗീതം. ഈ രുദ്രഗീതവും ജപിച്ചുകൊണ്ട് നിങ്ങൾ ഈ സരസ്സിൽ മുങ്ങിക്കടന്നുകൊണ്ട് തപസ് ചെയ്തോളൂ, നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. ആ 10 പേരും പ്രജേതസ്സുകൾ 10 പേരും കൂടിയിട്ട് ആ രുദ്രഗീതവും ജപിച്ചുകൊണ്ട്, രുദ്രനാൽ ഗീതം ചെയ്യപ്പെട്ടതുകൊണ്ട് അതിന് രുദ്രഗീതം എന്ന് പേര്. അത് സഹോദരങ്ങളായിട്ടുള്ള ഈ പ്രജേതസ്സുകൾ ഒരുമിച്ച് അവർ ജപിച്ചു. ഇതിന് പല ഗുണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ആചാര്യന്മാർ പറയാറുണ്ട്, ഈ രുദ്രഗീതത്തെ വേണ്ട വിധത്തിൽ ഉപാസിച്ചു കഴിഞ്ഞാൽ ഐക്യമുണ്ടാവും ജീവിതത്തിൽ എന്നാണ്. സഹോദര ഐക്യം. പ്രധാനമായിട്ടും ഇത് ജപിക്കുന്നവരാരാ? സഹോദരങ്ങളാണ്. അവർ 10 പേരുണ്ട്, 10 പേരും 10 രീതിയിലാണെങ്കിൽ ശരിയാവില്ല. അതേപോലെ സമൂഹത്തിലൊരു ഐക്യം ഉണ്ടാവും ഈ രുദ്രഗീതത്തെ വേണ്ട വിധത്തിൽ ഉപാസന ചെയ്താൽ എന്നൊക്കെ പറയാറുണ്ട്. എന്തായാലും അവരവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരുടെ അച്ഛൻ്റെ കഥ ഒന്ന് സൂചിപ്പിക്കുക. അച്ഛനാരാണ്? ബർഹിഷത്ത്. അദ്ദേഹം ഒരു കർമ്മഠനാണ്. യജ്ഞങ്ങളിങ്ങനെ ചെയ്യാം. എത്ര യജ്ഞമാണ് അദ്ദേഹം ചെയ്തിരുന്നതെന്ന് ചോദിച്ചാൽ ഒരു കണക്കുമില്ല എന്നാണ്. കുറേ യാഗം ഇങ്ങനെ ചെയ്തു കൂട്ടുക. എന്തിനപ്പം അങ്ങിങ്ങനെ കുറേ യാഗം ചെയ്യണത്? അതോ ഈ യാഗമൊക്കെ ചെയ്ത എന്താ ഗുണം? അതോ ദുഃഖഹാനി സുഖാവാപ്പതി ശ്രേയസ്തന്നേഹ ചേഷ്യതേ എന്നാണ്. യാഗങ്ങൾ ചെയ്താൽ എന്തുണ്ടാവും? ദുഃഖമില്ലാണ്ടേ ആവും, പിന്നെയോ സുഖം ഉണ്ടാവും ചെയ്യും. അല്ല, വേദങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞ് നമ്മളെങ്ങനെ പടച്ചു വിടും, അതനുസരിച്ച് നമ്മളിങ്ങനെ ചെയ്യും. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഒരാളെ ചെന്ന് കാണുകയും അയാൾ പറയും ഇന്നത് ഇന്ന പോലെയൊക്കെ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞാൽ സുഖാവുന്ന ആൾ പറയാം. നമ്മളതൊക്കെ ചെയ്യും. സുഖാവുണ്ടോ? എന്തിനാണ് വേദങ്ങൾ ഇങ്ങനെ നമ്മളെ പറഞ്ഞ് പ്രേരിപ്പിക്കണത്? അത് മോഹിച്ചെങ്കിലും യജ്ഞം ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് എന്ന് വിചാരിച്ച് അതിൽ തന്നെ അങ്ങനെ ഇരുന്നാലോ? അതും പാടില്ല. അപ്പം അദ്ദേഹം ഈ പ്രാചീന ബർഹിസ് എന്നൊരു പേരും കിട്ടി അദ്ദേഹത്തിന്. എപ്പോഴും ഇങ്ങനെ കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുക ദർഭപ്പുല്ലിൽ. അതുകൊണ്ട് പ്രാചീന ബർഹിസ് എന്നൊക്കെ അദ്ദേഹത്തിന് വിളിക്കാൻ തുടങ്ങി, കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന ആൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കർമ്മഠത്വത്തിൽ നിന്നും അദ്ദേഹത്തിനെ ഒന്ന് പിന്തിരിപ്പിക്കണമെന്ന് കരുതിയിട്ട് നാരദ മഹർഷി അവിടേക്ക് എത്തി. ഒരു യജ്ഞം കഴിഞ്ഞ് അടുത്ത യജ്ഞം തുടങ്ങാനുള്ള ഒരു ചെറിയ സമയം, ആ സമയത്ത് അദ്ദേഹത്തിനോട് വിളിച്ചു പ്രാചീന ബർഹിസിനെ. എന്നിട്ട് ചോദിച്ചു, എന്തിനാ പങ്ക് ഇങ്ങനെ യജ്ഞം ചെയ്യണത്? വേദങ്ങൾ പറഞ്ഞതനുസരിച്ച് ചെയ്യാണ്. ഒരു യാഗം ചെയ്താൽ ഇത്ര നാൾ സ്വർഗത്തിലുണ്ടാവും. അപ്പോൾ 2 ചെയ്താലോ അതിൻ്റെ ഇരട്ടി, 3 ചെയ്ത അങ്ങനല്ലേ? ഇങ്ങനെ കണക്കാക്കണം. ഇപ്പം എത്ര യജ്ഞം അങ്ങ് ചെയ്തു? ഒരു കണക്കില്ല മഹർഷേ. ചെറിയൊരു കണക്ക് പറയാമെന്നാണ് വേണമെങ്കിൽ. ഞാൻ യാഗത്തിന് വേണ്ടി ഉപയോഗിച്ച ദർഭപ്പുല്ലുകളുടെ എണ്ണം എടുത്താൽ ഈ ഭൂമിക്ക് അങ്ങനെ ഒരു പുതപ്പ് തുന്നാം. അപ്പോൾ എത്ര യജ്ഞം ചെയ്തിട്ടുണ്ടാവും അല്ലേ? അല്ല, അങ്ങ് സ്വർഗത്തിലേക്ക് പോകുന്ന ഉറപ്പാണ് അല്ലേ? അതെ, സ്വർഗത്തിലേക്കുള്ള വഴി കാണണോ അങ്ങേക്ക്? അത് കാണിച്ചു തരും മഹർഷി. എന്നാ വഴിക്കാണ് പോയാൽ പോരെ. നാരദ മഹർഷി പറഞ്ഞു, എന്നെ തൊട്ടിട്ടതാ ഒരു പ്രദേശത്തേക്ക് അങ്ങോട്ട് കാണിച്ചു കൊടുത്തു എന്നാണ്. അവിടേക്ക് നോക്കിക്കോളൂ, ആ വഴിക്കാണ് അങ്ങേക്ക് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുക. പ്രാചീന ബർഹിസ് നാരദനെ തൊട്ടുകൊണ്ട് നോക്കിയപ്പോൾ കണ്ടതെന്താ? ക്രൂരമൃഗങ്ങളെയായിരുന്നു എന്നാണ്. കുതിരകളുണ്ട്, ആട്, ഇങ്ങനെ ക്രൂരമൃഗങ്ങൾ ഇങ്ങനെ ക്രൂരഭാവത്തിൽ നിൽക്കുകയാണ്. ഈ മൃഗങ്ങളുടെ ഇടയിൽ കൂടി വേണോ സ്വർഗത്തിലേക്ക് പോകാൻ ചോദിക്കുകയാണ് ബർഹിഷത്ത്. അങ്ങേക്ക് ഈ വഴിയിൽ കൂടിയേ പോകാൻ പറ്റുള്ളൂ. എന്നാൽ ഞാൻ പോവുണ്ടാവില്ല കേട്ടോ. ആ മൃഗങ്ങളെങ്ങനെ ക്രൂരഭാവത്തിൽ നിൽക്കേണ്ടത് കണ്ടപ്പോൾ ഭയപ്പെട്ടു. ആ മൃഗങ്ങളൊക്കെ അങ്ങേക്ക് ഓർമ്മ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് നാരദര്. എനിക്ക് ഓർമ്മയൊന്നുമില്ല. എന്നാൽ ആ മൃഗങ്ങൾക്കൊക്കെ അങ്ങേ നല്ല ഓർമ്മയാണ്. അങ്ങ് യജ്ഞത്തിൽ എത്രയോ മൃഗങ്ങളെ കൊന്നു കളഞ്ഞിട്ടുണ്ട് ഇല്ലേ? ഈ യാഗമൊക്കെ ആകുമ്പോൾ അങ്ങനെയാണ്, കുറേ മൃഗങ്ങളൊക്കെ കൊല്ലേണ്ടി വരും ചിലപ്പോൾ. അപ്പോൾ ആ മൃഗങ്ങളാണ് ആ നിൽക്കണത്. അങ്ങ് ഈ വഴിക്ക് വരുമ്പോൾ അങ്ങയെ ചവിട്ടാൻ കുത്താന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ്. ഭയമായി എന്നാണ് രാജാവിന്, പ്രാചീന ബർഹിസിന്.
ഇനിയിപ്പോൾ സ്വർഗത്തിലേക്ക് പോയില്ലെങ്കിലും വേണ്ടില്ല, ആ മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. അതിനൊരു വഴി പറഞ്ഞു തരൂ മഹർഷേ. വഴിയൊക്കെ പറഞ്ഞുതരാം. അങ്ങ് തൽക്കാലം അവിടെ ഇരിക്കൂ, ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കൂ. ഇരുന്നു. ഇനി അങ്ങ് യാഗം ചെയ്യില്ല എന്നൊരു തീരുമാനം എടുക്കൂ, അതും തീരുമാനിക്കാം. ഋത്വിക്കുകളെയൊക്കെ വിളിച്ച് പറഞ്ഞു ഇനിയൊരു അറിയിപ്പുണ്ടാവുന്നത് വരെ യജ്ഞം, യാഗമില്ല. അവർക്കൊക്കെ വലിയ വിഷമമായി ഋത്വിക്കുകൾക്ക്. അവരവിടെ വന്ന് കൂടിയിരിക്കുക. ഇപ്പോൾ ഒക്കെ തിരിച്ചു പോകേണ്ടി വന്നു.